അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നിട്ടുള്ളത് അവില് കൊണ്ട് നല്ലൊരു പലഹാരം ഉണ്ടാക്കുകയാണ്. അവരിതുപോലെ കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്ക് അത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തേക്ക് 3 അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അവര് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കുന്നതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കണം. അത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ അവിലിനെ ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. ഞാനതിനൊന്ന് നല്ലോണം പൊടിച്ചെടുക്കുകയാണ്. നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. അതിൽ ഇനി കുറച്ചും കൂടി വേണം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ കൂട്ടണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നാളികേരം, ഏലക്കായും കുറച്ച് വേണം. അപ്പം ഇനി കുറച്ചും കൂടി അവിൽ ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം പൊടിച്ചെടുക്കുക. അതും പൊടിച്ചെടുത്തു. ഇനി അതവിടെ മാറ്റി വെക്കുക. ശർക്കര ഉരുകാൻ വെച്ച് നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് നെയ്യ് 1-2 ടീസ്പൂൺ നെയ്യ്, കൂടുതലൊന്നും വേണ്ട, ഒരു പാകത്തിന് നെയ്യ് 1 ടീസ്പൂണാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ അവസാനത്തിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു മുറി നാളികേരം ഞാൻ ഒന്ന് ആ നെയ്യിലൊന്ന് ചൂടാക്കിയെടുക്കുക. കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി ഒന്നിന് ചൂടാക്കിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഏലക്കാപ്പൊടി വേണം. നല്ലോണം പൊടിച്ചത് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശർക്കര ഉരുക്കി വെച്ചതുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ അരിച്ചിട്ട് ആ ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ആ അവിലുണ്ടല്ലോ, അവില് പൊടിയും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത് കുട്ടികൾക്ക് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അവിൽ അതേപോലെ അങ്ങോട്ട് കുഴച്ച് കൊടുത്താൽ നമ്മൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ മക്കൾ ശരിക്കും അത് കഴിക്കും. വൈകുന്നേരത്തൊക്കെ ചാരപ്പലഹാരമായിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ അവർ ഇഷ്ടപ്പെടും. ഇത് ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തണുത്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചും കൊടുക്കണം. അപ്പോൾ അവസാനം 1 ടീസ്പൂൺ നെയ്യ്, ആദ്യം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. എല്ലാം കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഉരുളകളാക്കി എടുക്കുക.